അല്ലെങ്കിൽ കൊണ്ട് അത്താഴം കഴിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലാണോ എന്നുള്ളത്. അതിൽ പ്രാക്ടിക്കലായിട്ടുള്ള വശമുണ്ട്, പ്രാക്ടിക്കൽ അല്ലാത്ത വശമുണ്ട്. അതായത് പ്രാക്ടിക്കലായിട്ടുള്ള രീതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രവാചക ചര്യ അനുസരിച്ച് പ്രവാചക വൈദ്യമുണ്ട്, തിബ്ബുൻ നബവി എന്ന് പറയുന്നത്. അതിൽ പറയുന്ന രീതി അനുസരിച്ച് ഒരു ഈത്തപ്പഴം തന്നെ വായിൽ വെച്ച് ചുണ്ട് പൂട്ടി നല്ലപോലെ ചവച്ചരച്ച്, നമ്മൾ സാധാരണ ബബിൾക്കൊക്കെ കഴിക്കുമല്ലോ, അതേപോലെ ചവച്ച് 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 അതിൻ്റെ മാധുര്യം മുഴുവനും ഇല്ലാതായി സാധാരണ ഒരു വെള്ളം പോലുള്ള അവസ്ഥയാകുന്നത് വരെ ചവച്ചിട്ട് ആ രീതിയിൽ ഈത്തപ്പഴം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി അന്ന് വൈകുന്നേരം വരെ പോവാൻ. അത് മതി. കാരണം അത്രയും എനർജി ദാഹിക്കില്ല അവനിക്കുന്നുള്ള ഈ രീതിയിൽ കഴിക്കണം. നേരെ മറിച്ച് നമ്മൾ ഈത്തപ്പഴത്തിലെ പ്രോട്ടീൻ, ഈത്തപ്പഴത്തിൻ്റെ മറ്റു ഗുണങ്ങൾ അത് ആലോചിച്ച് നമ്മൾ കുറേ ഈത്തപ്പഴം വേഗത്തിൽ ഒരുപാട് കഴിച്ചത് കൊണ്ട് ഈ പറയപ്പെട്ട ഗുണം ശരീരത്തിന് കിട്ടില്ല. ഇനി ഒന്നാവണ്ട, നിങ്ങൾക്ക് 3 എണ്ണം കഴിക്കാം, അല്ലെങ്കിൽ 5 എണ്ണം കഴിക്കാം. പക്ഷെ കഴിക്കുന്ന സമയത്ത് ഇത് ശരിക്കും വായിലിട്ട് ചവച്ചരച്ച് വെള്ളം പോലെയാക്കി ഇതിൻ്റെ മധുരമൊക്കെ പോയതിന് ശേഷം ഇറക്കുന്ന രീതിയാണെങ്കിൽ അത് മതി. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ലാതെ തന്നെ സാധാരണ രീതിയിൽ തന്നെ 3 ഈത്തപ്പഴം മാത്രം കഴിച്ച് നോമ്പ് നിൽക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. വർഷങ്ങളായിട്ട് എൻ്റെ പരിചയത്തിലുള്ള നമ്മുടെ ചികിത്സയിലേക്ക് വരുന്ന ആളുകൾ അത്താഴത്തിന് ഈത്തപ്പഴമാണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഈത്തപ്പഴം മാത്രം കഴിച്ചിട്ട് നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും വരുന്നില്ല.